എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തിനീ പൂങ്കരളെ എന്നുള്ളത് അന്ന് ഷാഫി പാടിയിട്ട് പോയത് ഞങ്ങൾ ഇന്നും പലരോടും പല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തമാശയ്ക്ക് നമ്മളിടയ്ക്ക് പറയാറുള്ള പാട്ടുകളിലൊന്നാണ്. സ്നേഹമുള്ള, ഭയങ്കര രസമുള്ള, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വരികളാണ് എഴുതി വച്ചിരുന്നത്. ഒരുപക്ഷെ ആ റിലേറ്റിവിറ്റിയാണ് സാധാരണക്കാരെ കൊണ്ട് ഇത് ആവർത്തിച്ച് പാടിപ്പിക്കുകയും ഇപ്പോഴും നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയല്ലേ അതിനെ മനസ്സിലാക്കിയെടുത്തത്? ആ പാട്ട് ഉണ്ടായതിനെ കുറിച്ച് അത് റിലീസായി കുറച്ച് ഒരു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂ 2006 കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, ഞാൻ തറവാട്ടിൻ്റെ എന്താ പറയുക നമ്മളെ നാട്ടിൽ ഇരുത്തി എന്ന് പറയും, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴ ഇങ്ങനെ മണ്ണിലേക്ക് പുതുമഴ പെയ്തിട്ടേ അങ്ങനെ മണ്ണിൻ്റെ ഒരു സ്മെല്ല് കിട്ടാണ്ടല്ലോ. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന മണ്ണ് ഇതിനെ സ്പർശിക്കുമ്പോൾ കാത്തിരുന്നിട്ട് വേനൽ കഴിഞ്ഞിട്ട് കിട്ടുന്ന മഴയിൽ കാത്തിരുന്നിട്ട് കിട്ടുന്ന അവരൊരു സംഗമമുണ്ടല്ലോ, അന്നേരം ഉണ്ടാകുന്ന ഒരു ആനന്ദം, അത് മൊത്തം ചെടികളും മറ്റു പുഷ്പലതാദികളെല്ലാം തന്നെ അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, പ്രകൃതി മൊത്തം. അപ്പോൾ മണ്ണും മഴയും പ്രേമിക്കുന്നേരം കാറ്റും മരവും കെട്ടിപ്പുണരും, കൂവും കുയിലും കൂട്ടിന് തേടുമ്പോൾ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന് മാത്രമല്ല ജീവജാലങ്ങളെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു വികാരം പ്രണയമാണ്. ബാക്കി എല്ലാം ചില ജീവികൾക്ക് മാത്രമേ ഉള്ളത്, ചില ജീവികൾക്ക് ഇല്ലാത്തത്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത സാധനം. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞ വികാരം പ്രപഞ്ചത്തിൽ കണ്ണിന് കാണാത്തതുമായ സർവ്വ ജീവജാലങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ വിശ്വാസം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു നമ്മളെ ജലാലാണ് എൻ്റെ അടുത്ത് ഈ ട്യൂണിലത് എഴുതണം എന്ന് പറയുന്നത്. കാരണം ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ നമ്മളെ ഒരു ഫോക്ക് സെക്ഷനിൽപ്പെട്ട ഈ കരിന്തലക്കൂട്ടൻ ടീമൊക്കെ പാടി നടന്ന നാടൻ പാട്ടുകളിൽപ്പെട്ട ട്യൂണാണ്. അതിൽ പിന്നീട് ഭക്തിഗാനം ഓൾറെഡി ഭക്തിഗാനം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അത് പ്രണയഗാനം അതിൽ വിജയിക്കുമോ എന്നുള്ള സംശയത്തിൻ്റെ ഇടയിലാണ് നാദർശക്കയുടെ ദേമാവിൽ കൊമ്പത്തിലാണെന്ന് തോന്നുന്നു, ഹാൻസ് ഉണ്ടോ രാമ, മധുണ്ടോ പ്രേമ, പാൻപരാഗുണ്ടോ ആ സാറോ, ഈ ലഹരിക്കെതിരെ അന്ന് ഉണ്ടായ പാട്ടുകളാണ്. അപ്പോൾ കോമഡി വൽക്കരിച്ച് ഈ ട്യൂണിൽ പാട്ട് വന്നിട്ട് പോലും ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, സ്വീകാര്യത ആ ട്യൂണിനാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നാടൻ തനിമയുള്ള മണ്ണിൻ്റെ മണമുള്ള അധ്വാനിച്ച ജനവിഭാഗം പാടിയ ട്യൂണായതുകൊണ്ട് അത് പെട്ടെന്ന് ക്യാച്ചിയാവും, ആൾക്കാരെ മൈൻഡിലേക്ക് പെട്ടെന്ന് സെറ്റാകുന്ന ഒരു ട്യൂണ്, പിന്നെ ഏറ്റു പാടിപ്പോവും. അപ്പോൾ ജലാൽ പറഞ്ഞ ഐഡിയ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ജഗന്തേട്ടൻ ശശിയേട്ടനൊക്കെ ആയിട്ട് കൂടിയിരുന്ന് ആലോചിക്കുന്നത്. ശശികൃഷ്ണയാണ് അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിലും കുറേയൊക്കെ വ്യത്യസ്തത കൊണ്ടുവന്നു. വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ലിയോൺ കെ തോമസ് മില്ലേനത്തിലൂടെ പുറത്തിറങ്ങി. അപ്പം എല്ലാം നല്ല ചേരുവകളായിരുന്നു. അപ്പോൾ ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന രസമല്ലേ കേൾക്കാൻ. പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കിയതിൻ്റെ വിശേഷം. അഴകുള്ള താജ്മഹൽ മണ്ണിൽ ഉയർന്നതിലുണ്ടൊരു പ്രേമം, അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത കൊടുത്ത പ്രേമം, പെണ്ണെ എൻ്റെ ഉള്ളിലെ സ്നേഹം അറിയുന്നില്ലേ, ഇത്ര കാലമായിട്ടും ഇത്തിരി കാരുണ്യം തോന്നുന്നില്ലേ, മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും, കൂവും കുയിലും കൂട്ടിന് തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ, പൂങ്കാവനമില്ല പൂത്ത പണമില്ല ചുറ്റിക്കറങ്ങുവാൻ വാഹനമൊന്നില്ല, താമരച്ചേരുള്ള സുന്ദരി പെണ്ണെ നീ ഓമനത്തിങ്കളായി ചേരുമോ മാറത്ത്, പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ കതിരിട്ട പ്രേമം, മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. ഇപ്പുറത്ത് നേരെ തിരിച്ച് പ്രേമിച്ചോരെല്ലാം നാശത്തിലാണേ, പ്രേമം വിഷക്കനിയാണേ, മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിയിടും തീയാണേ. അതായത് ഈ പ്രേമക്കടൽ നീന്തി പെടാപ്പാട് പെട്ട് ഒരു വിധേന അക്കരെ ഇക്കരെ ഇല്ലാതൊക്കെ പിണഞ്ഞ് കിടക്കുന്ന കുറഞ്ഞ പാർട്ടീസ് എപ്പോഴും നമ്മൾ പ്രേമിക്കാൻ ഒരുങ്ങുമ്പോഴാ നോക്കിയേ എൻ്റെ അനുഭവം നിനക്ക് വരണ്ട, എനിക്ക് തേപ്പ് കിട്ടിയാണ്, എനിക്ക് പണി കിട്ടിയാണ്, അതാണ് ഷാഫിക്ക് ഒരു പണി കിട്ടിയിട്ടില്ലേ. അതെ, അപ്പൊ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, ആ കാറ്റഗറി ആൾക്കാരും. അപ്പൊ അങ്ങനെ ഒരു ടീം ഇവിടെ നിന്ന് ഉപദേശിക്കാനും ഉണ്ടാവട്ടെ. അതേ സ്ഥാനത്ത് അതല്ല ഞങ്ങൾ ഇങ്ങനെയാണ് പ്രേമം എന്ന് പാലാണ് ഇതേയാണെന്നൊക്കെ പറയാനും ഒരു ടീം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒരു പാട്ടിനകത്ത് തന്നെ എഴുതിയെന്നുള്ളൂ. ഇപ്പം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം, മഴ പെയ്യുന്നതിനെക്കുറിച്ച് ശ്രീമാരൻ നമ്പി സാർ എഴുതിയതാണ്. ഇത് വേറൊരു കാറ്റഗറി ഓഫ് ഓഡിയൻസിനെ ആകർഷിച്ചപ്പോൾ നിങ്ങളുടെ പാട്ടുകളെന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരും ഈ തൊഴിലാളികളെന്ന് പറയുന്ന എല്ലാവരും പാടി നടക്കുകയും
അവർ ആവർത്തിച്ച് പാടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് കൽബാണ് ഫാത്തിമയ്ക്ക് ശേഷം ഒരു ഭയങ്കര ഒരു ഈ വ്യവസായത്തിനൊരു സാധ്യത കൂടി വന്നൊരു ടൈമാണ്. ഇപ്പോൾ ദിൽഹെ ഫാത്തിമയൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞു. ഈ വ്യവസായം ഇങ്ങനെ തരത്തിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ഈസ്റ്റ് കോസ്റ്റ് ബാലഭാസ്കർ ആ ടൈമിന് ശേഷം നിങ്ങൾ കൂടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു സാധ്യത എല്ലാവരും കണ്ടെത്തുന്ന, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? വ്യവസായത്തിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യസന്ധമായ കാര്യം എന്താ പറഞ്ഞാൽ, ഒരു വിഭാഗം ആളുകൾക്കേ സാധിക്കുള്ളൂ, അല്ലെ ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പാട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ, അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ആൾക്കാർക്കേ ഇത് പാടുള്ളൂ എന്ന് തിട്ടം കിട്ടിയ പോലത്തെ നമ്മളെ കണ്ണിന് കാണാത്ത ഒരു മതിൽക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു സത്യമാണ്. ആ മതിൽക്കെട്ടിനെയാണ് കൽബാണ് ഫാത്തിമ എന്ന് പറയുന്ന സംഭവത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ താജുക്ക പൊളിച്ച് കാണിച്ചത്. പാടാൻ കഴിവുള്ള, എഴുതാൻ കഴിവുള്ള ആളുകളൊക്കെ കൂടിച്ചേർന്നാൽ നമുക്ക് ചുറ്റോടുള്ള സാധാരണക്കാരൻ്റെ അനുഭവങ്ങൾ പാട്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്ന് പുള്ളി അതിലൂടെ തെളിയിച്ചു. അപ്പം ഒപ്പം നിന്ന ആളുകൾക്കൊക്കെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർമാർക്കൊക്കെ മനസ്സിലായി ഇതിൽ പിന്നെ പ്രശസ്തി മാത്രമല്ല സാമ്പത്തികവും നന്നായിട്ട് ഉണ്ടാവും. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ മുന്നേറി എന്നുള്ളതാണ്. അത് വലിയ സത്യമാണ് നിങ്ങൾ പറഞ്ഞ. സാമ്പത്തിക ലാഭം ഇതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊരു കച്ചവടവൽക്കരിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണെന്ന് ആൽബം മീഡിയ ശ്രദ്ധിക്കാതെ ഇരുന്ന, അല്ലെങ്കിൽ അതൊക്കെ മാപ്പിളപ്പാട്ടൊക്കെ എന്ത് എന്ന് പറയുന്നത്, ഇതിന് മാപ്പിളപ്പാട്ടിനോട് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് ഒരു തലം വേറെ തന്നെ. ഈ ഹിസ്റ്റോറിക്കലായിട്ട് 450 കൊല്ലത്തെ ചരിത്രം ഒക്കെ പറയാനുള്ള ഒരു മേഖലയാണ് മാപ്പിളപ്പാട്ട്. ഇതിന് നമ്മളെ മലബാറിൻ്റെ ടേസ്റ്റുള്ള മാപ്പിളപ്പാട്ടിൻ്റെ പദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൽബം എന്ന് പറയാം. അതായത് മാപ്പിളപ്പാട്ടും നമ്മുടെ ലളിതഗാനങ്ങളും നാടൻ പാട്ടും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു മിശ്രിതം പോലെയാണ് സത്യത്തിൽ ആൽബം സോങ് ഉള്ളത്. ചില ഏരിയ നോക്കിയാൽ ചിലപ്പോൾ പല്ലവി തുടങ്ങുന്നേരം ഈശലും മൊഞ്ചും ഒക്കെ കൊടുത്താലും കുറച്ച് കഴിഞ്ഞ് അനുപല്ലവിയിലേക്ക് എത്തുമ്പോൾ അത് നാടൻ പാട്ടിൻ്റെ ചില സാധനങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിന് ഉദാഹരണത്തിന് കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ ഇത് എല്ലാം ചേർന്നിട്ട് ഒരു സാധനം ഉണ്ടായി. ഈ ദിൽഹെ ഫാത്തിമ ഇതേപോലെ ഒരു തരത്തിൽ നിങ്ങൾ ലിറിക്സ് ഹിന്ദി ഉപയോഗിക്കുക, മറ്റു ഭാഷകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാമെന്നൊക്കെ കാണിക്കുന്നത് ദിൽഹെ ഫാത്തിമ വരുമ്പോൾ അതേപോലെ ഈ റീമിക്സിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പുതിയൊരു ജോണറിനെ നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരായിരുന്നു. അത് കമേഴ്സ്യലൈസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ദിൽഹെ ഫാത്തിമ, കൽബാണ് ഫാത്തിമയ്ക്ക് തന്നെ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ ദിൽഹെ ഫാത്തിമയിലേക്കുള്ള പിച്ചിങ് എങ്ങനെയായിരുന്നു? ദിൽഹെ ഫാത്തിമ, ഈ കൽബാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ നീയാണെന്നുള്ള പാട്ട് ഇതര സംസ്ഥാനക്കാരൊക്കെ കേൾക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മ ആന്ധ്രക്കാരിയാണ്, ഉമ്മാൻ്റെ നാട്. ഉപ്പാവ അവിടെ കല്യാണം കഴിച്ച് അതിൽ ജനിച്ചിട്ടുള്ളതാണ് എൻ്റെ ഉമ്മ. ഉമ്മാൻ്റെ ബാക്കി സഹോദരങ്ങളൊക്കെ അവിടെ തന്നെ, അവർക്ക് മലയാളം ഒന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ആകെ അറിയുന്നത് ഈ ഉറുദു, ഹിന്ദി, പിന്നെ തെലുഗു അവരെ മാതൃഭാഷയാണ്. അപ്പോൾ അവർക്ക് അതറിയാം. അപ്പം ഹിന്ദിയിൽ കേട്ട് കഴിഞ്ഞാൽ അവർക്കും കൂടെ മനസ്സിലാകുന്നതുകൊണ്ട് ഞാനിത് ഫോണിൽ അവർക്ക് പാടിക്കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കല്യാണ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളന്ന് ഗാനമേളകൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത്, ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമല്ല, തറക്കല്ലിടൽ കർമ്മത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ, കോഴിക്കോടുള്ള കലാകാരന്മാർ ആയിട്ട് ജലാലും ടീമൊക്കെ വന്നു. കൊയിലാണ്ടിയിൽ നിന്ന് ഞാനും കുറച്ച് ടീമുണ്ട്. അപ്പോൾ ഞാനത് കൽബാണ് ഫാത്തിമൻ്റെ മൈനസ് ട്രാക്ക് ഇട്ടിട്ട് ഞാൻ ഈ പാട്ട് ഹിന്ദി, തമിഴ്, മലയാളം ചേർത്ത് പാടി. അപ്പോൾ ജലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നമുക്കൊരു നോൺ സ്റ്റോപ്പ് രൂപത്തിൽ. ഞാൻ പറഞ്ഞു ഞാനത് ഐഡിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഐഡിയയിലുണ്ട് അത്, എന്നാൽ നമുക്ക് ചെയ്യാം, ഞാൻ പ്രൊഡ്യൂസറൊക്കെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞാൽ നിയാസ് കല്ലൈ എന്ന് പറയുന്ന ആളെയൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നു. ഞാൻ ആദ്യം ജലാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തേജേട്ടനെ കൊണ്ട് ഇത് ചെയ്യിക്കാം, അതായത് വേറൊരു സ്റ്റൈലിലേക്ക് കിട്ടണം. അതുവരെ ഉണ്ടായിരുന്ന നോൺ സ്റ്റോപ്പ് നോർമൽ പ്രോഗ്രാമിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഒരു വെസ്റ്റേൺ കൾച്ചറും ഹിന്ദുസ്ഥാനിയും കൂടെ മിക്സ് ചെയ്തിട്ട് റഹ്മാൻ സാറിൻ്റെ, നമുക്ക് റോൾ മോഡൽ അവിടെയാണ് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പം റഹ്മാൻ സാർ മെലഡി ചോർന്നു പോകാതെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ ഉപയോഗിച്ചിരിക്കെ റിതം സൈഡൊക്കെ മിക്കവാറും വെസ്റ്റേൺ ബീറ്റ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ പാട്ടുകളിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ഒരു മിക്സ് പരിപാടി ഒരുപാട് ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ആ ഒരു പാറ്റേൺ വേണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി പറയുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ സാധനം വേണം, അങ്ങനെ ഇങ്ങനെ വായോണ്ട് പറയാനല്ലാതെ ഇതൊന്നും എങ്ങനെ വേണം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ള വായിച്ചു കൊടുക്കാനോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും അറിയില്ല എനിക്ക്.
അപ്പോൾ തേജേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തേജേട്ടൻ ഓക്കെയാണ്. തേജേട്ടൻ ഓൾറെഡി പൊതുവെ അന്ന് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ആളാണ്. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന മാപ്പിളപ്പാട്ടിൽ നിന്നൊക്കെ മാറി പുള്ളിയുടെ ഒരു പ്രോഗ്രാമിങ് സ്റ്റൈലേ വേറെയാണ്. അങ്ങനെ തേജേട്ടൻ്റെ അടുത്ത് നമ്മളിത് പറയുന്നു. തേജേട്ടൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ മനു രമേശൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ എസ് രമേശൻ നായരുടെ മോന് സൗണ്ട് എഞ്ചിനീയറായിട്ട് VM മീഡിയാസ് സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ അവർ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് പിന്നീട് മനുവാണ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് തേജേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ദിലേ ഫാത്തിമ ഇന്ന് നമ്മൾ കേട്ടു തുടങ്ങിയ അന്നത്തെ ഹിറ്റെന്ന് ജനങ്ങൾ വിലയിരുത്തിയ ആ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ട് പിന്നെയും വേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്താ പറഞ്ഞാൽ, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നമ്മളിത് ഭയങ്കര ഹൈപ്പിലൊക്കെ പറഞ്ഞു വെച്ചല്ലോ. ഇത് ഇറങ്ങിയിട്ട് ഓഡിയോ ഇറങ്ങിയിട്ട് നമുക്കൊരു ചെറിയ മൊബൈലൊക്കെ ഉണ്ട്. ഞാനും ജലാലിനൊക്കെ ഓരോ മൊബൈൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് നോക്കിയൻ്റെ. ഒരു ഫോൺ വിളി എവിടെ നിന്നും വരണ്ടേ, നമ്മളെ നമ്പറൊക്കെ അതിലുണ്ട്. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു റിസൾട്ടും ഇല്ല റിലീസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം വീഡിയോ എടുത്തിട്ട് വിടണം എന്നുള്ളത് ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഉണ്ണിമലയിൻ്റെ അടുത്ത്. പക്ഷേ ഓഡിയോ തന്നെ റെസ്പോണ്ട് ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഒരു സംശയത്തിലാണ്. അപ്പോഴാണ് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഞാൻ സങ്കടം പറഞ്ഞു. ഉണ്ണിയേട്ടാ, ഒരാളും വിളിക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ അതിൻ്റെ മുമ്പ് ഇറങ്ങിയ വർക്കിൽ സുന്ദരി എന്ന ഗസലായി അത് ഇതൊക്കെ ആൾക്കാർ കേട്ട് ഒന്നുമില്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്, ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഉണ്ണിയേട്ടൻ പറയും വരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫോൺ താഴെ വെക്കാൻ നേരം ഉണ്ടാവില്ല. അങ്ങനെ ഇതിൻ്റെ വീഡിയോ ലോക്കൽ ചാനൽ ആണ് അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അവരോടുള്ള കടപ്പാട് എപ്പോഴും ഉണ്ട്. നമ്മളെ ഇവിടുത്തെ MCV അടക്കമുള്ള ചാനലുകളിലേക്ക് ഞാനും ജലാലും ഇതിൻ്റെ DV ആയിട്ട് ജില്ലകൾ തോറും വടക്കോട്ട് ബസ്സിന് പൈസയേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടാവില്ല. ഒരു ബന്ന് 2 ആളും കൂടെ പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലായിട്ട് പങ്കിട്ടെടുത്തിട്ടുണ്ട്. ബസ്സിൽ തന്നെ പല ഇങ്ങനെ എണ്ണി നോക്കിയിട്ടൊക്കെ പോവുക. അത്രയേ ഉള്ളൂ, വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ, പരിപാടിക്ക് പോയി കിട്ടണ്ടേ. അങ്ങനെ ഞങ്ങൾ ഈ DV ആയിട്ട് പോയിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കണം, കാത്ത് നിൽക്കാൻ. നോക്കട്ടെ ഇവിടെ ഇത് പ്ലേ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ പോയിക്കോളൂ വിളിച്ചു പറയാന്നൊക്കെ. എന്നാലും ചേട്ടാ ഒന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് വന്നു തുടങ്ങി. അന്ന് ജുക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, ഫോൺ വിളിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവർക്കൊരു സമാധാനം ഇല്ലാണ്ട് ഈ പാട്ട് ആവർത്തിച്ച് വരാൻ തുടങ്ങി. പിന്നെ കാസർഗോഡ് ഭാഗത്തു നിന്നാണ് ആദ്യത്തെ വിളികൾ മുഴുവൻ വരുന്നത് നമുക്ക്. പിന്നെ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ തള്ളുക എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അനുഭവം എൻ്റെ അനുഭവം മാത്രമല്ല, ഞങ്ങളെ കൂടെയുള്ള എല്ലാവരുടെയും അനുഭവമാണ്. നമ്മൾ ഒരു കോള് വെയിറ്റിങ്ങിലാണെങ്കിൽ, അന്ന് ഇങ്ങനത്തെ ഫോണൊന്നുമില്ല, സാധാ നോർമൽ കോൾ. ഒരു കോള് നമ്മൾ വിളിച്ച് 1 മിനിറ്റ് വിളിക്കുകയാണെങ്കിൽ ആ 1 മിനിറ്റിൻ്റെ അകത്ത് വന്ന വെയിറ്റിംഗ് കോളുകളുടെ എണ്ണം എന്നുണ്ട്. അതായത് സെക്കൻഡ് വെച്ച് ആളുകൾ പല ഭാഗത്തു നിന്ന് വിളിച്ച് അവസാനം ഫോണൊക്കെ ഓഫാക്കിയിട്ടുണ്ട് സ്ഥിതിയിലേക്കൊക്കെ വന്നു. അത്രയും വിജയകരമായി. എനിക്കൊരു അനുഭവം ഉണ്ടെന്ന്. ഒരു ചെറിയ പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ് വടകര ഭാഗത്തുനിന്ന്. ബസ്സില്ല, ജീപ്പിലാണ് വരുന്നത്, ബസ് സമരമാണ്. ജീപ്പിൽ അവിടെ നിന്ന് ഇവിടം വരെ ദിലേ ഫാത്തിമ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ദിലേ ഫാത്തിമയുടെ ചർച്ചയാണ്. ഞാനായത് പാടിയെന്നോ ഞാനിൽ എഴുതിയെന്നോ നമ്മളെ ഐഡിയ ആണോ ഒന്നും പറയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇറങ്ങാൻ നേരത്ത് എനിക്കിത് ആരെങ്കിലും ഒന്ന് അറിയിക്കണം. അപ്പോൾ പൈസ കൊടുക്കാൻ നേരത്ത് കിളി എന്നോട് ചോദിച്ചു, നിങ്ങളെ ഇവിടെ എങ്ങനല്ലേ ഈ പാട്ട് പാടിയ ചെക്കൻ ഇത് കൊല്ലല്ലേ ഇവിടെ എങ്ങനെ? ഞാൻ പറഞ്ഞു അത് ഞാനാണ്. നിങ്ങളോ? അന്ന് പിന്നെ നമുക്ക് ഈ സെൽഫി പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറേ നേരം പൈസ വാങ്ങാണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് യാത്ര തന്നത് മാത്രമല്ല, ജീപ്പിനകത്തുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ഉള്ള സ്നേഹം കാണിക്കുകയും നിന്ന് കരയണോ ചിരിക്കണോ എന്താക്കണോ ആരോട് പറയും നട്ടപ്പായരൊക്കെ ഞാൻ ഇവിടെ വന്നിറങ്ങുന്നത്. അപ്പൊ അന്ന് മുതൽ പിന്നെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള പരിഗണന കിട്ടിത്തുടങ്ങി. എനിക്ക് മാത്രമല്ല, അതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും. ദിലേ ഫാത്തിമയിലെ കുറച്ച് വരികൾ പാടാൻ നമുക്ക് ആശ്രയിത അതിൻ്റെ അനുപല്ലവി വരി മുതൽ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട വരികളാണ്. കാതോരം നീയപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ तेरी आँखों से देखा मैंने प्यारे प्यारे मोहब्बत की सपने കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പൂത്തുലഞ്ഞു നിലവേ ഉന്നെ நினைத்து நான் ரசிக்கிறேன் இதயம் இரவில்
உன்னைத்தான் தேடுகிறேன் அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേരുണ്ണാൻ മോഹങ്ങളേറി ദിൽ കെ അന്തർ തൂ ഹേ നാ സാമനെ ഭീ തൂ ഹേ നാ ആँख में भी तू है फातिमा ഫാത്തിമ ഈ ഫാത്തിമ ഇവിടെ ഒതുങ്ങിയില്ല, ലോകം മുഴുവനും പോയി. ആദ്യം തെക്കോട്ടൊക്കെ വ്യാപിക്കുമ്പോൾ ഇത്തരം ഒരു പാട്ട് ഇവിടെ കുറച്ചുകൂടെയൊക്കെ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് എത്തിയില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ എത്തി ഫാത്തിമ ഇങ്ങനെ തരംഗമായപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു മാറ്റമല്ലേ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ളൊരു സംഗതി അത് മൊത്തം സ്ഥലത്തേക്ക് എത്തിയപ്പോൾ രണ്ട് കാര്യമാണ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടത്. ഒരു പ്രാദേശികതയുടെ സൗന്ദര്യം എല്ലാവരും കണ്ടു. ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലേ എന്ന് ഇവിടുത്തുകാരെ എന്നെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതൊരു വലിയൊരു വിപ്ലവമല്ലേ? ശരി, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതുവരെ മാപ്പിളപ്പാട്ടിനകത്ത് കുലപതികളായി നിന്നിരുന്ന, എന്നാൽ ഈ പറഞ്ഞ ആ ഭാഗത്തേക്കൊന്നും വല്ലാതെ അത്യപൂർവം പരിപാടികൾക്ക് പോയിട്ടുണ്ടാവും, പരിഗണിക്കപ്പെടാത്ത ഇവിടെ ഒതുങ്ങിപ്പോയ ഒരുപാട് ലെജൻഡറി സിംഗേഴ്സിന്, എഴുത്തുകാർക്കും മ്യൂസീഷ്യന്മാർക്കൊക്കെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു വാതായനം കൂടെ കൽബാണ് ഫാത്തിമ തുറന്നു വെച്ചിട്ടുണ്ട്. അത് എത്ര വലിയ വിമർശനം അന്ന് അതിനെതിരെ പൈങ്കിളി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആളുകൾ പറഞ്ഞാലും കൂടെ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ വിപ്ലവകരമായ ഒരു മാറ്റത്തിനും അത് ഈ മേഖല തന്നെ ഇനിയും എവിടെയോ വെച്ച് ഉണങ്ങി വരണ്ട് ശോഷിച്ച് ആരും അധികം എടുത്ത് നോക്കാതിരുന്നിടത്തുനിന്ന് പിന്നെ ഒരു മെഹബിൻ എന്ന് പറഞ്ഞ SR മീഡിയയുടെ വർക്കിലൂടെയാണ് കുറച്ച് ഇതൊന്ന് പുഷ്പിച്ച് വന്നത്. പിന്നെ സയൻ അൻവറും SR സത്താർ അഫ്സൽ ഖാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കുകൾ. അതിനുശേഷം സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് കൽബാണ് ഫാത്തിമ ചെയ്താലോ, ഇങ്ങനൊരു പാട്ട് വർക്ക് നമ്മൾ ചെയ്താലോ എന്ന് ചിന്തിച്ചതെന്ന് താജുക്ക പലതവണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മെഹബിനാണ് പുള്ളിയുടെ, കാരണം അവരാണ് ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. അത് ഇതിൻ്റെ എല്ലാത്തിനും സെൻട്രലായ പിന്നെ എറണാകുളത്ത് നിന്നാണ് ഉണ്ടായത്, പക്ഷേ വടക്കോട്ടാണ് അത് ചെലവായത് എന്നുള്ളതാണ്. അതും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്ലിക്കാക്കി കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ലളിതമായിട്ടുള്ള വരികൾ, പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ആ കാസറ്റുകൾ ഇപ്പോൾ ആദ്യമായി നിനക്കായി ഓർമ്മയ്ക്കായി ഇങ്ങനെ വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അതിന് വലിയൊരു ഹൈപ്പ് കിട്ടി, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പിൻബലം കിട്ടി. പക്ഷേ ആ വരികളുടെ ലാളിത്യം എന്ന് പറയുന്ന സാധനം സത്യത്തിൽ കൂടുതൽ പ്രചോദനം കിട്ടിയിട്ടില്ലേ? അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങളെ കാണുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസം നൽകി. തീർച്ചയായിട്ടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്തുന്ന തുടങ്ങാം. താങ്കൾ തന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭയങ്കരമായ നിരീക്ഷണമാണത്. സാധാരണക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ബൈഹാർട്ട് ചെയ്യുന്നത്. അതായത് അവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ സ്വന്തമായിട്ട് ടേപ്പ് റെക്കോർഡോ ഇന്നത്തെ പോലത്തെ മൊബൈൽ സിസ്റ്റം ഒരു പരിപാടിയില്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്, സാധാരണ ഏത് തൊഴിലെടുക്കുന്ന ആളുകളിലും ഉണ്ട്. അന്ന് ചെറിയ ചെറിയ തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ വലിയ തൊഴിലാണ്, ചെറിയ വേതനത്തിന് പിന്നെ വലിയ തൊഴിലെടുക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് പണ്ടേ അവർക്ക് പിന്നെ ഈ ആയാസങ്ങൾ മറക്കാൻ വേണ്ടി അവർ പിന്നെ ഈ ബോട്ട്, ഞാൻ തീരപ്രദേശത്തായിരുന്നുള്ള ബോട്ട് കയറ്റുന്ന സമയത്തൊക്കെ അവർക്ക് അറിയാവുന്ന ഒരു താളത്തിൽ അവർക്ക് അറിയാവുന്ന ചില പാട്ടുകൾ, നാടൻ സാധനങ്ങൾ ഇങ്ങനെ പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഞാറ് നടുന്നവരും കൊയ്യുന്നവരും കറ്റമെതിക്കുന്നവരൊക്കെ ചെയ്ത പോലെ അതുപോലെ ഇവിടെ ഓട്ടോ ഡ്രൈവേഴ്സും, ഞാൻ ഓട്ടോ ഡ്രൈവറായിരുന്നല്ലോ, അതുപോലെ സാധാരണ ഈ ചെത്തിക്കെട്ടിൻ്റെ പണിക്കൊക്കെ പോകുന്ന ആളുകൾ, അങ്ങനെ നോർമലായിട്ട് നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ കാണുന്ന എല്ലാ ജനവിഭാഗവും ഇത് ഈസി ആയിട്ട് അവർക്ക് അതിൻ്റെ ട്യൂണും അവർക്ക് വലിയ ക്ലാസിക്കൽ ലെവലല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് പാടാൻ പറ്റി. ലിറിക്സ് അവരുടെയും കൂടെ ജീവിതത്തിലെ ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതും പെട്ടെന്ന് അവരെ കേച്ചിയായി, അങ്ങനെ നമ്മളുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം നെഞ്ചിനുള്ളിൽ നീയാണെന്ന് താജുക്ക പാടുമ്പം അത് അദ്ദേഹത്തിൻ്റെ പിന്നെ കാമുകിയോട് പാടുന്നതാണെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ കാമുകന്മാരും അവർക്ക് ആ കാസറ്റ് പ്ലേ ചെയ്ത് വെറുതെ കാമുകിനെ നോക്കി, ഇപ്പം എക്സ് ആണെങ്കിൽ പോലും അവളെ കല്യാണം വീട്ടിൽ നിന്ന് കാണുമ്പോൾ ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് നോക്കിയാൽ തന്നെ അവൻ്റെ പാട്ടായി അത്. അത് കേൾക്കുന്നവൻ്റെ പാട്ടായി, പാടുന്നവൻ്റെ പാട്ടായി. അങ്ങനെ സാധാരണക്കാരന്
ഏറ്റവും എളുപ്പത്തിൽ എൻ്റെയും കൂടിയാണല്ലോ എന്നുള്ള. അതുപോലെ തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും ആ കാറ്റഗറിയിൽ പാടാൻ വന്നിട്ടുള്ള എല്ലാ ഗായകരും ഈ ജനങ്ങളായിട്ട് നിന്ന ഒരു എന്താ പറയണ്ടേ, ഒരു സൗഹൃദം അത് വളരെ വലുതായിരുന്നു. ഈ കാണാൻ കിട്ടാത്ത നടന്മാരെ പോലെ ഒക്കെ കണി കാണാൻ കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊന്നുമില്ല. നമ്മളെ തേരാപ്പാറ ഉറുപ്പിയേക്ക് 10 ഇങ്ങനെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. വിസിബിൾ ആയിരുന്നു. അതുകൊണ്ട് അവരുടെ താരങ്ങളാണ് നമ്മൾ, അവരുടെ പ്രിയപ്പെട്ടവരായി മാറിയത് അതുകൊണ്ടാണ്. അവരുടെ പാട്ടും ഞങ്ങളും ഒക്കെ അതുമല്ല വിഷ്വലൈസ് ചെയ്ത് വരുന്നതും അങ്ങനത്തെ കഥകളാണ്. അതെ, സാധാരണ സ്റ്റോറീസ്. സാധാരണക്കാരൻ്റെ സാധാരണ ഈ പറഞ്ഞ കെട്ടിൻ്റെ പണിക്ക് പോകുന്നവനും കടലിൽ പോകുന്നവൻ്റെ ഒക്കെ പറയടി എൻ്റെ മെഹർബ എന്ന് പറഞ്ഞിട്ട് ഒരു കടൽക്കാരനായിട്ടുള്ള പാട്ടുണ്ട് എൻ്റെ. അതൊക്കെ വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബീച്ചിൽ കടലിൽ പണിക്ക് പോകുന്ന അധ്വാനിക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സെയ്ർ അടക്കം, ആരിസ്, അങ്ങനെ കുറേ പേരുണ്ട്, പേരെടുത്ത് പറയാൻ. ഇവരൊക്കെ കടലിൽ പോയി പിന്നെ ടേപ്പ് റെക്കോർഡൊക്കെ കൊണ്ടുപോയിട്ട് പാട്ട് പ്ലേ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്, ഓരോ പ്രയാസങ്ങൾ മറക്കാനൊക്കെ. പണ്ട് പാടിയിരുന്നാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇന്നും നമ്മളെ പാട്ടുകൾ ഉപയോഗിക്കുന്നു. അത് അവരുടെയും കൂടി ജീവിതമായതുകൊണ്ടാണ്. സുന്ദരി നീ വന്നു ഗസലായി, അടിപൊളി പാട്ടാണ്. ഭാര്യ ഈ പറഞ്ഞ പോലെ പ്രണയത്തകർച്ച നേരിട്ട് ഒരു ദേവദാസ് മൂഡിലേക്ക് ആയിപ്പോവും എന്ന് സംശയിച്ച എന്നെ അക്ഷരാർത്ഥത്തിൽ കംപ്ലീറ്റ് വേറൊരു വ്യക്തിയാക്കി മാറ്റി. ഇന്ന് നിങ്ങളെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റിയാലും അഞ്ജലിയൊക്കെ പാടി നടക്കേണ്ട ഒരു മൂഡിലായിരുന്നു. അങ്ങനെ, അതായത് കല്യാണവും വേണ്ട, ഒരു പണ്ടരും വേണ്ട. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ആകെ ജീവിതം 23 വയസ്സിൽ, 22ാമത്തെ വയസ്സിലാണ് ആ ട്രാജഡി നടക്കുന്നത്. 23 വയസ്സിൽ എത്തിക്കുന്ന എൻ്റെ ചിന്ത എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം അവസാനിച്ചു, എൻ്റെ ലോകത്തുള്ള പ്രതീക്ഷകളെല്ലാം കഴിഞ്ഞു. ആർക്ക് വേണ്ടി ഞാൻ സിഗരറ്റ് വലിക്കാതെ, മദ്യപിക്കാതെ, അല്ലെങ്കിൽ നല്ല പിള്ളയായിട്ട് ഞാൻ എല്ലാ ലഹരികളും മറ്റുള്ള ഉപേക്ഷിച്ച് ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിച്ചോ, ആളെന്നെ തേച്ചിട്ട് പോയി. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ഉന്തിത്തള്ളി ഉമ്മ നിർബന്ധിച്ചിട്ട് എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞേക്കുന്നത്. പെണ്ണ് കാണാൻ പോകുന്നത് ഒരു സാധാരണ മുഷിഞ്ഞ ഒരു വേഷത്തിൽ വൈകുന്നേരം, ആരും പോവാത്ത മഗ്‌രിബിൻ്റെ സമയത്ത് ഏതെങ്കിലും 2 സുഹൃത്തുക്കളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ കൂട്ടും സർവ്വസാധാരണമായിട്ട്. ഒരുത്തനെയും കൂട്ടാതെ ഞാൻ ഒറ്റക്ക് ഈ തേഞ്ഞ് തീർന്ന ഇടക്കിടക്ക് പട്ട അയച്ചിടേണ്ട ഹവായി ചെരുപ്പ്, അവിടെ ഇവിടെ കീറിയ പാൻറ്, ആകെ ചെറിയ താടി, വന്നുകൊണ്ടിരിക്കുന്ന താടി അതങ്ങനെ തന്നെ വടിക്കാതെ വികൃതമാക്കിയിട്ട് വളർത്തി, മുടിയൊന്നും ഈരാതെ ഇങ്ങനെയുള്ള ഞാൻ പെണ്ണ് കാണാൻ പോകുന്നു. എന്തിനു എന്നെ ഇഷ്ടപ്പെടരുത്. അവിടെ ചെന്നപ്പം ഇവളെ പിന്നെ ഏട്ടത്തിമാർ ഏതോ പൈസ കൊണ്ട് ആരോ വരുന്ന പറഞ്ഞല്ലോ, ഗൾഫിലെ അവരെ ഭർത്താവ് അയക്കുന്ന പൈസ കൊണ്ട് കൊടുക്കാൻ ആ ആളാന്ന് വിചാരിച്ച്. എവിടെ പൈസ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസയും കൊണ്ടുവന്നല്ല, പിന്നെ പെണ്ണ് കാണാൻ വന്ന. പിന്നെ ഒരൊറ്റ വലിവാണ്, പിന്നെ ആരും ഫ്രണ്ടിലില്ല, എൻ്റെ മുന്നിലില്ല. അപ്പോൾ പറഞ്ഞാൽ അവള് ഏട്ടത്തിൻ്റെ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ്, അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഒരു ചേച്ചിയുടെ മോനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. അവളെ പോയി പെണ്ണ് കാണുന്നു, പാട്ടുകാരെ പരിചയമുണ്ടെന്ന് ചോദിക്കുന്നു. ഒരു പെണ്ണിനോട് ഒരു കസേര ഇങ്ങനെ തട്ടിയിട്ടോട് ഇരിക്കി, ഞാൻ ഇരുന്നു. വരുന്നുണ്ട്, നിങ്ങൾക്ക് പാട്ടുകാരൊക്കെ അറിയോ? എന്നോട് മൂസക്കാൻ അറിയോ? മറ്റേ കണ്ണൂർ ഷെരീഫിനെ അറിയോ? അവിടെ കൊച്ചിൻ ഷമീർ, എൻ്റെ ഫസ്റ്റ് വർക്ക് ചെയ്ത കിനാവ് എന്ന് പറഞ്ഞ വർക്ക് ചെയ്ത് പുള്ളിനെ കൊണ്ടാ ചോദിച്ചത്. കൊച്ചിൻ ഷമീർ എന്ന് പറഞ്ഞ ആളറിയോ? അറിയാം. സമാധാനം, അങ്ങനെയെങ്കിലും ഒരാളറിയാം. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഇവിടെ ചേച്ചി ചോദിച്ച് എന്താ ഇഷ്ടപ്പെട്ടോ? അത് ഞാനറിയില്ല, വീട്ടുകാർ പറയും. ഒരു 2 ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഭയങ്കര റഫിൽ. പിന്നീട് നടന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്രം മാതിരിയാണ്. പിന്നെ ഞാൻ എൻ്റെ ഡയറികളും ഒക്കെ വൈഫിനെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കൊരു 5-6 വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് സെറ്റായി. 5-6 മാസം സമയമുണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കുക. ഇത് ഞാൻ ജീവിച്ച് തീർത്ത കുറേ സംഭവങ്ങളാണ്, എൻ്റെ പ്രണയം അത് ഇതൊക്കെ. കൊടുക്കാനുള്ളതിൻ്റെ മാക്സിമം സ്നേഹമൊക്കെ ഞാൻ എവിടെയൊക്കെ കൊടുത്ത്. ഇനി നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര പിന്നെ ജീവിച്ചൊരു 10-50 വയസ്സ് ജീവിച്ച ഒരുത്തൻ്റെ അനുഭവമൊക്കെ പറയുന്ന മാതിരി. കാരണം എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒഴിവായി കിട്ടണം, കല്യാണം ഒന്നും വേണ്ട എന്നുള്ള ലെവലിൽ.